ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ അച്ഛമ്മയുടെ 80-ാം പിറന്നാൾ വളരെയധികം സന്തോഷപൂർവ്വം തന്നെ ആഘോഷിക്കുകയുള്ള. എന്നാൽ നമ്മുടെ സച്ചിക്ക് ചെറിയൊരു സങ്കടം ഉണ്ടാകുന്നതിന് കാരണം മറ്റൊന്നുമല്ല. സച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്വർണ്ണാഭരണം മേടിച്ചു കൊടുക്കണമെന്ന്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ സച്ചി രേവതിയും കൂടെ കൂടി രവി മുഖേന തിരികെ മേടിക്കുന്നതും. എന്നാൽ അതിനു മുന്നേ തന്നെ ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ സുധി ചന്ദ്രയുടെ ഒത്താശയോട് കൂടി തന്നെ പണയം വെക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ചന്ദ്ര അറിയാതെ തന്നെ സുധി പണയം വെക്കുന്നതിന് പകരം വിറ്റ് കളയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ ചന്ദ്രയോട് പറയുന്നില്ല. അതായത് സ്വർണ്ണം സുധി വിറ്റു എന്നുള്ള കാര്യം ചന്ദ്രയ്ക്ക് അറിയില്ല താനും. അങ്ങനെ നമ്മുടെ അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്വർണ്ണാഭരണങ്ങൾ മേടിക്കാൻ ചെല്ലുന്ന സമയത്ത് ഇതെല്ലാം തന്നെ കവറിങ് ആണെന്ന് അറിയുന്ന സമയത്ത് സച്ചിക്ക് രേവതിക്ക് ഭയങ്കര ഷോക്കാവുകയല്ലേ. ഇത് ചെയ്തിരിക്കുന്ന സുധിയാണെന്നുള്ള ഉറപ്പോട് കൂടി തന്നെയാണ് സച്ചി വീട്ടിലേക്ക് വരാനായിട്ട് ഒരുങ്ങുന്നത്. ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെ വണ്ടിയിലേക്ക് കയറിയതിനു ശേഷം പറയുന്നുണ്ട്, നീ നേരെ വീട്ടിലേക്ക് പൊക്കോ, സുധീനെ എനിക്ക് കാണാനുണ്ട്, അവരുമായി സംസാരിക്കണം, അവനാണ് ഇതിനെല്ലാം പിന്നിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ തെളിവില്ലാതെ ആരെയും കുറ്റപ്പെടുത്തത് സച്ചിയേട്ട. എന്നാൽ അച്ഛമ്മയുടെ 80-ാം പിറന്നാളാണ് വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ആരും തെറ്റ് ചെയ്താലും നമുക്ക് പതിയെ കണ്ടുപിടിക്കാം. സച്ചിയേട്ടൻ എന്തായാലും ശാന്തമായിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ സമാധാനിപ്പിച്ചത് നമ്മുടെ രേവതിയാണല്ലേ. അങ്ങനെ വീട്ടിലേക്ക് വന്നതിന് ശേഷം സുധിയുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് സച്ചിക്ക് ദേഷ്യം ഇരട്ടിച്ച് വരുന്നുണ്ടെങ്കിലും രേവതി സച്ചിയെ സമാധാനിപ്പിച്ച് നിർത്തുകയാണ്. എന്നിരുന്നാലും സുധിക്ക് അതുപോലെ ചന്ദ്രയ്ക്ക് ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ടല്ലേ. സ്വർണ്ണാഭരണമായിട്ട് ഇവർ പുറത്തേക്ക് പോയ സ്ഥിതിക്ക് ഇവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് സച്ചി പെരുമാറുന്നത്. അങ്ങനെ എല്ലാ സത്യങ്ങളും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ സച്ചി രേവതി അവിടെ പെരുമാറുന്ന സമയത്ത് രവിക്കും അതുപോലെ തന്നെ അച്ഛമ്മയ്ക്കും ചെറിയ സംശയം വരുന്നുണ്ട്. ഇവർക്കിടയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന രീതിക്കാണ് അച്ഛമ്മയും രവി സംസാരിക്കുന്നത്. എന്നാൽ സച്ചി രേവതിയും തങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ല. നേരത്തെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷവാനും സന്തോഷവതിയുമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അച്ഛമ്മയ്ക്ക് സമാധാനമാവുന്നുണ്ട്. എന്നിരുന്നാലും എന്തൊക്കെയൊരു കാര്യങ്ങൾ നമ്മുടെ സച്ചിയുടെ മനസ്സിൽ നേറിപ്പോകുന്നുണ്ട് എന്ന കാര്യവും ഇവർക്കൊട്ട് വ്യക്തമാണ് താനും. അങ്ങനെ അച്ഛമ്മയെ വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് സച്ചി തിരികെ യാത്രയാക്കുന്നത്. യാത്രയാക്കാൻ ഒരുങ്ങുന്ന സമയത്തും അച്ഛമ്മ സച്ചിയോടായിട്ട് ചോദിക്കുന്നത്, നിന്റെ ഉള്ളിലെ സങ്കടങ്ങൾ അച്ഛമ്മയോട് തുറന്നു പറ, നീ എന്താകെ സങ്കടപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒന്നും തന്നെ ഇല്ല അച്ഛമ്മ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അച്ഛമ്മയുടെ മുന്നിൽ കള്ളം പറയുകയാണല്ലേ. അങ്ങനെ അച്ഛമ്മ വളരെ സന്തോഷത്തോടു കൂടി തന്നെ, അതായത് തൻ്റെ 80-ാം പിറന്നാൾ വളരെയധികം ഗംഭീരമായി തന്നെ ആഘോഷിച്ച് സന്തോഷത്തിൽ തന്നെയാണ് തിരികെ വീട്ടിലേക്ക് പോകുന്നത്. അച്ഛമ്മ പോയതിന് തൊട്ട് പിറകെ തന്നെ സച്ചി വീട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ചന്ദ്രയെയും രവിയെയും അതുപോലെ തന്നെ ശ്രുതി എല്ലാവരും വിളിച്ചു വരുത്തുന്നുണ്ട് കേട്ടോ. വിളിച്ചു വരുത്തിയതിനു ശേഷം രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ കവറിങ് ആയ കാര്യവും താൻ പണയം വെക്കാൻ പോയ സമയത്ത് അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ സച്ചി പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഒന്ന് പതറുന്നുണ്ട്. എന്നാൽ ചന്ദ്രയാവട്ടെ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ചെന്നതിന് ശേഷം തൻ്റെ മകനെ എങ്ങനെയെങ്കിലും ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ കുറ്റങ്ങളെല്ലാം തന്നെ രേവതിയുടെ വീട്ടുകാരുടെ തലയിലേട്ടേക്ക് വെച്ച് കിട്ടണം. അതായത് സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ രേവതി വീട്ടിൽ നിന്ന് വന്നപ്പോഴേ കവറിങ് ആഭരണങ്ങളാണ് വന്നത്. ഇതൊന്നും തന്നെ സ്വർണ്ണാഭരണങ്ങളായിരുന്നില്ല. തൻ്റെ കയ്യിൽ ആ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ളിൽ തന്നെ താൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന രീതിക്ക് രേവതിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തി സംസാരിക്കണം. അത് കേൾക്കുമ്പോഴേ രേവതിക്ക് ദേഷ്യം വരുമ്പോഴേ രേവതി തിരിച്ച് ചന്ദ്രനായിട്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൂടുതൽ തന്നെ രവിയും പറയട്ടെ, രേവതിയുടെ വീട്ടുകാർ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പോവുകയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തുകൊണ്ടോ ചെയ്യുകയില്ല, അവളുടെ വീട്ടിലൊരു കള്ളനുണ്ടല്ലോ, നേരത്തെ ഒരു മോഷണം നടത്തിയിട്ട് അവനെ പിടിച്ചതല്ലേ എന്നൊക്കെ ചോദിച്ചൊരു ശരത്തിനെയും കുറ്റപ്പെടുത്തി തന്നെ നമ്മുടെ ചന്ദ്ര പെരുമാറുന്നുണ്ട്. ആ ഒരു സമയത്ത് പെട്ടെന്ന് രവി പറയുകയാണ്, ശരി രേവതി മോളുടെ വീട്ടിൽ നിന്ന് കവറിങ് ആഭരണങ്ങളാണ് കൊണ്ടുവന്നിരിക്കട്ടെ, എൻ്റെ അമ്മ നൽകിയ വളകളും എങ്ങനെ കവറിങ് ആയി എന്ന് ചോദിക്കുമ്പോഴേ ചിലപ്പോൾ അതും കവറിങ് ആയിരിക്കും മേടിച്ചതെന്ന് നമ്മുടെ ചന്ദ്ര കൂളായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും രവിക്ക് ദേഷ്യം വരുന്നുണ്ട്. രവി വേഗം പറയുന്നത്, ചന്ദ്ര എന്തും ഞാൻ കേട്ടിരിക്കുക, എൻ്റെ അമ്മ കള്ളത്തിനും കാണിച്ചു എന്നങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് കർണം നോക്കി അടിച്ച് പൊട്ടിക്കും ഞാനെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര ഒരു നിമിഷം പതറുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നത്, എന്തിനാ അച്ഛൻ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, രേവതിയുടെ വീഴുന്ന സ്വർണ്ണാഭരണങ്ങൾ മാറിയ പോലെ തന്നെ എങ്ങനെ അച്ഛമ്മ കൊണ്ടുവന്ന സ്വർണ്ണാഭരണങ്ങൾ മാറി എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര വളരെ തന്ത്രപൂർവ്വം തന്നെ കുറ്റങ്ങളെല്ലാം തന്നെ ഇരുവരുടെയും തലയിൽ, അതായത് രേവതിയുടെയും അച്ഛമ്മയ്ക്ക് ഒരു അബദ്ധം പറ്റി എന്ന രീതിക്ക് ഇങ്ങനെ പെരുമാറുമ്പോഴത്തേക്കും പക്ഷെ വേഗം പറയണം, ആൻറ്റി എന്താണ് ഇങ്ങനെ ലോജിക്കില്ലാത്ത രീതിയിൽ സംസാരിക്കണം, രേവതി ചേച്ചി വീട്ടിൽ നിന്നും അതുപോലെ അച്ഛമ്മയും ഒരേ രീതിയിൽ തന്നെ കവറിങ് ആഭരണങ്ങൾ എങ്ങനെ വെക്കാനാ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്ര അവിടെ അവിടെ കൃത്യമായ രീതിയിൽ തന്നെ ഇടപെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ യാതൊരുവിധ രീതിക്കും രക്ഷപ്പെടാൻ പറ്റുകയില്ല എന്നറിഞ്ഞിരുന്നാലും അവിടെ നിന്നെല്ലാം തന്നെ വളരെ സൂക്ഷ്മമായ രീതിയിൽ തന്നെ ഇടപെട്ട് ചന്ദ്ര ശ്രുതിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ്. എന്നിരുന്നാലും സച്ചി പറയുന്നുണ്ട്, ഈ ഒരു കള്ളത്തനത്തിന് പിന്നിൽ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഇവിടെ ഒരു ഓട്ടക്കാരനുണ്ട്, അവനറിയാതെ ഈ ഒരു വീട്ടിൽ നിന്ന് ഒന്നും തന്നെ നഷ്ടമാവുകയില്ല, അവനെ തന്നെ എനിക്ക് സംശയം എന്നൊക്കെ പറഞ്ഞു. ശ്രുതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല
കേട്ടോ. ശ്രുതി നമ്മുടെ സച്ചിയോട് എതിർത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും ശ്രുതിയുടെ നാവടക്കുന്ന രീതിക്ക് രേവതി മറുപടി പറയുന്നുണ്ട്. അങ്ങനെ അവസാനം വർഷ പറയുന്ന ഒരു കാര്യം നമുക്ക് പോലീസ് സ്റ്റേഷൻ കംപ്ലൈൻറ്റ് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ചന്ദ്രയും ഒന്ന് ഭയക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രുതി പറയണം വേണ്ട വേണ്ട പോലീസുകാരെ ഒന്നും കൂടി കൊണ്ടുവരണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുന്നത് എന്തായിട്ടാ പോലീസുകാർ വന്നാൽ കുഴപ്പം ശ്രുതിയേട്ടൻ എന്താ ഒരു പേടി പോലെ എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത്. എനിക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല, നമ്മുടെ വീട്ടിലെ പ്രശ്നത്തിനിടയ്ക്ക് പോലീസുകാരെ കയറേണ്ട കാര്യമുണ്ട്, അത് നമ്മുടെ വീടിന് തന്നെ നാണക്കേടെന്ന് പറയുകയാണ് ശ്രുതി. പെട്ടെന്ന് രവിയും പറയുന്നത് ശരിയാണ്, നമ്മുടെ വീട്ടിലെ കാര്യം നമ്മുടെ വീട്ടിൽ തന്നെ നിന്നാൽ മതി, വെറുതെ പോലീസുകാരെ വീട്ടിലെ അകത്തേക്ക് കയറേണ്ട കാര്യമൊന്നുമില്ല, എന്തായാലും സത്യാവസ്ഥ ഒരു നാൾ മറന്നേക്ക് പുറത്തു വരുമെന്നൊക്കെ രവി പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അച്ഛാ ഈ സത്യാവസ്ഥ ഞാൻ കണ്ടുപിടിച്ചിരിക്കും, ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും മുന്നിൽ തെളിയിച്ചിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി വളരെ സങ്കടത്തോടും അതിലുപരി ദേഷ്യത്തോടും കൂടി തന്നെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗമാണ് 2 ദിവസത്തിനുള്ളിൽ നമ്മൾ കാത്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.